കൊൽക്കത്തയിൽ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ അണയാത്ത പ്രതിഷേധമാണ്. ഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് മുന്നിൽ ഇന്ന് പ്രതിഷേധം നടക്കും. അതേസമയം കേസിൽ ചോദ്യം ചെയ്ത മുൻ പ്രിൻസിപ്പൽ സന്ദേശ് ഘോഷ് അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു രക്ഷാബന്ധൻ ദിനത്തോടനുബന്ധിച്ചുള്ള സന്ദേശത്തിൽ ആവശ്യപ്പെട്ടു. സുവി വിശ്വനാഥൻ ചേരുന്നു വീണ്ടും. സുവി, പ്രതിഷേധം അത് ഇങ്ങനെ രാജ്യം വലിയ തോതിൽ ഉറ്റുനോക്കുകയാണ്. കാരണം അതൊരു നീതിക്ക് വേണ്ടിയുള്ള, യുവ ഡോക്ടർക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്. അത് ഇനി ആവർത്തിക്കപ്പെടരുത് ഒരിക്കൽ പോലും. കേന്ദ്രം പൂർണ്ണമായും ഇതിൽ പ്രതിഷേധക്കാർക്കൊപ്പം തന്നെയുണ്ട്. സംസ്ഥാന സർക്കാർ, മമതാ ബാനർജി വലിയ തോതിൽ പ്രതിസന്ധിയിലുമാണ്, പ്രതിരോധത്തിലുമാണ്. ഇനി എന്താണ് സംഭവിക്കേണ്ടത്? എൽദോ, കൊൽക്കത്തയിൽ പ്രതിഷേധം അതിരൂക്ഷമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്നലെ വൈകിട്ടും വലിയ തോതിലുള്ള പ്രതിഷേധത്തിന് കൊൽക്കത്ത സാക്ഷ്യം വഹിച്ചു. തെരുവീഥികളെല്ലാം തന്നെ പ്രതിഷേധ കളി കൊണ്ട് നിറയുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇന്നിപ്പോൾ ഡൽഹിയിലാണ് പ്രതിഷേധം നടക്കാനുള്ളത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് മുന്നിലാണ് പ്രക്ഷോഭകർ പ്രതിഷേധവുമായി എത്തുക എന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. മമതാ ബാനർജി രാജിവെക്കുക, ഈ കുറ്റക്കാരായ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം നടത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിന് മുമ്പിൽ നടന്ന പ്രതിഷേധത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. അതിൽ ഡുറൻഡോ കപ്പ് മാറ്റിവെച്ചതിനെ തുടർന്നായിരുന്നു പ്രതിഷേധം. ജസ്റ്റിസ്, അതായത് മരിച്ച യുവ ഡോക്ടർക്ക് നീതി ലഭിക്കണം എന്നും ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. ഏതായാലും വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഉയരുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം 3 ദിവസങ്ങളിലായി ചോദ്യം ചെയ്ത സന്ദേശ് ഘോഷ് എന്ന മുൻ പ്രിൻസിപ്പാൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കൊൽക്കത്ത ഹൈക്കോടതിയെയാണ് അദ്ദേഹം സമീപിച്ചിരിക്കുന്നത്. തന്റെ അറസ്റ്റ് തടയണം എന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. ഏതായാലും ആ വിഷയത്തിൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെതായ ഒരു പ്രസ്താവന പുറത്തു വരികയും ചെയ്തൊരു സാഹചര്യമുണ്ട്. അതിൽ പ്രധാനമായും പറയുന്നത് സ്ത്രീ സുരക്ഷ ഉറപ്പാക്കണം, സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കണം, അതാണ് ഈ രക്ഷാബന്ധൻ ദിനത്തിന്റെ പ്രത്യേകത എന്നുമാണ് ദ്രൗപദി മുർമു പറയുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും അണയാത്തൊരു പ്രതിഷേധം രാജ്യമെമ്പാടും ഉണ്ടാകുന്നു. ഒപ്പം തന്നെ വലിയ തോതിലുള്ള പ്രതിരോധവും ഇതിനെതിരെ ഉയരുന്നുണ്ട്. മമതയുടെ രാജി BJP ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ജനങ്ങളെ അനുനയിപ്പിക്കാനുള്ള മാർഗങ്ങൾ തേടുന്നുണ്ട് എങ്കിൽ കൂടിയും ആ പ്രതിഷേധം അണയാതെ വലിയ തോതിൽ രോഷാകുലമാകുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൽദോ, വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. സുബി, ഇനി ഈ കേസിന്റെ അന്വേഷണ ഘട്ടം എന്തായി എന്നുള്ള ഒരു സംശയം കൂടിയുണ്ട്. ഈ സൈക്കോ അനാലിസിസ് നടത്തുമെന്നൊക്കെ സൂചിപ്പിച്ചിരുന്നു പ്രതിയെ. അതിന്റെ ഒരു ഘട്ടം ഏത് തലം വരെ എത്തി? അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതി സഞ്ജയ് റായിയെ കഴിഞ്ഞ ദിവസം നുണപരിശോധനയ്ക്ക് വിധേയമാക്കും എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അത് CBI നിഷേധിക്കുന്നില്ല. അദ്ദേഹത്തെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ പ്രതി, അതായത് ഈ പ്രതിയല്ല, ഈ പെൺകുട്ടി കൊല ചെയ്യപ്പെട്ട കോൺഫറൻസ് റൂമിനകത്ത് ഒരു ഡിജിറ്റൽ മാപ്പിങ്ങിന് CBI തയ്യാറാവുകയാണ്. അതിനായുള്ള 3D മാപ്പിംഗ്, ഹോസ്പിറ്റലിന്റെ 3D മാപ്പിംഗ് പരിശോധന ഇന്നലെ നടത്തുകയും ചെയ്തിരുന്നു. 3 ദിവസങ്ങളിലായി കോളേജിന്റെ മുൻ പ്രിൻസിപ്പളായ സന്ദേശ് ഘോഷിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ മൊഴികളിൽ ചില അവ്യക്തതകൾ ഉണ്ട് എന്നാണ് CBI വൃത്തങ്ങളിൽ നിന്ന് നമുക്കറിയാൻ സാധിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിന്റെ ഒരു അറസ്റ്റിലേക്ക് ഇതുവരെയും നീങ്ങിയിട്ടില്ല എന്നാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തെ ഇനിയും വീണ്ടും വിളിപ്പിച്ചേക്കാനുള്ള സാധ്യതയുണ്ട് എന്നുമാണ് മനസ്സിലാക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ സന്ദേശ് ഘോഷ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. തന്റെ അറസ്റ്റ് തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉള്ള ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു ഹർജിയാണ് അദ്ദേഹം കൊൽക്കത്ത ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത്. ഏതായാലും അന്വേഷണം ശക്തമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. റൈറ്റ്, സുബി വിശ്വനാഥാണ് വിവരങ്ങൾ നൽകിയത്. വലിയ പ്രതിഷേധമാണ് രാജ്യമെമ്പാടും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് മുന്നിലും ആ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നുള്ളതാണ് ഈ വിവരം.